ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോക്കർ മേറ്റ്. തൃശ്ശൂർ വേഴ്സസ് മലപ്പുറം ദ ബിഗ് ഡേ സെമി ഫൈനലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കോർ പ്രഡിക്ഷൻ അതല്ലെങ്കിൽ ഒരു മാച്ച് റിവ്യൂ ആണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു വിജയ സാധ്യതകളിലേക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം അവരുടെ ഒരു നോക്കൗട്ട് ഗെയിം മെൻറ്റാലിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവരൊരു ലീഗിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ടെങ്കിലും ഈ കപ്പ് ഗെയിംസിലേക്ക് വരുമ്പം അതല്ലെങ്കിൽ ഒരു മസ്റ്റ് വിൻ ഗെയിമൊക്കെ വരുമ്പോൾ അവരെപ്പോഴും സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവരുടെ ഒരു ഫിസിക്കലായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സാണ്. എസ്പെഷ്യലി ഈ സെക്കൻഡ് ബോളൊക്കെ അവർ കൂടുതലായിട്ടും വിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഒരു സെമി ഫൈനൽ അങ്ങനെ വന്നു കഴിഞ്ഞെങ്കിൽ ഓപ്പോസിഷൻ ടീം വല്ലാതെ പ്രഷറൈസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മൂന്നാമത്തെ കാരണം ബിഗ് മാച്ച് എക്സ്പീരിയൻസ് ആണ്. മലപ്പുറത്തിന് ഒരുപാട് പ്ലേയേഴ്സ്, സീനിയർ പ്ലേയേഴ്സ് ഉണ്ട്. അവർ ഇതുപോലുള്ള ബിഗ് മാച്ചസിൽ ഇതിനു മുന്നേ ISL ഒക്കെ ആണെങ്കിലും കളിച്ച പ്ലേയേഴ്സാണ്. അപ്പോൾ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പിന്നുള്ളത് അവരുടെ ഫാൻസാണ്. ആ ഫാൻസ് ആ ഗ്രൗണ്ടിൽ കൊണ്ടുവരുന്നൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ചിലപ്പം തൃശ്ശൂരിന് അവർ നമ്പേഴ്സിൽ മാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും, കാര്യം തൃശ്ശൂരിലാണ് കളി നടക്കുന്നത്. പക്ഷേ അവർ കൊണ്ടുവരുന്ന ഒരു ഓളവും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. അത് പ്ലേയേഴ്സിന് വല്ലാത്തൊരു അഡ്രിനാലിൻ ഈ ഗെയിംസിനിടെ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് തൃശ്ശൂരിൻ്റെ ചാൻസസിലേക്ക് നോക്കുകയാണെങ്കിൽ അതൊന്ന് അവരുടെ ഒരു സ്ട്രോങ് ടാക്റ്റിക്കൽ ഷേപ്പ് തന്നെയാണ്. കാര്യം ഓൺ ദ ബോൾ ആണെങ്കിലും ഓഫ് ദ ബോൾ ആണെങ്കിലും അവരവരുടെ ഒരു ഷേപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് വിട്ടിട്ട് അവർ ഒരുപാട് കളിക്കില്ല. അതുകൊണ്ട് മലപ്പുറത്തിന് അവരെ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിരിക്കുമെങ്കിൽ സോളിഡ് ഡിഫൻസ് ആണ്. നിങ്ങൾ ഈ ലീഗ് മൊത്തം നോക്കിക്കഴിഞ്ഞാലും തൃശ്ശൂർ ഒരുപാട് സ്കോർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കളിയുടെ തുടക്കത്തിലും ഒരു ടീമിനെ അവർ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ അനുവദിക്കാറുമില്ല. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിരിക്കുമെങ്കിൽ ഒരു സെറ്റ് പീസ് ത്രെട്ടാണ് തൃശ്ശൂർ FC എന്നുള്ളതാണ്. കാര്യം അവർക്ക് എപ്പോഴും അങ്ങനെയുള്ള ഗോളുകൾ സ്കോർ ചെയ്യാറുണ്ട്. അതുപോലെ പെട്ടെന്ന് ഒരു സെറ്റ് പീസിൽ ഒരു ഗോൾ സ്കോർ ചെയ്യും, പിന്നെ അവർ സിറ്റ് ബാക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമെങ്കിൽ മലപ്പുറത്തിൻ്റെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എൻ്റെ ഫൈനൽ പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇത് മലപ്പുറം ഒരു 1-0 അല്ലെങ്കിൽ ഒരു 2-0 എന്നുള്ളൊരു മാർജിനിൽ ജയിക്കും എന്നുള്ളത് തന്നെയാണ്. അണ്ടിൽ ഓർ അൺലെസ് തൃശ്ശൂർ സ്കോർ ഫസ്റ്റ്. തൃശ്ശൂർ ആദ്യമേ ഈ കളിയിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ മലപ്പുറത്തിന് ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം തൃശ്ശൂർ സിറ്റ് ബാക്ക് ചെയ്യും, അവർക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് അറിയാം. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻ കാര്യങ്ങളും ഒക്കെ കമൻറ്റിൽ പറയൂ. ഓൾസോ പ്ലീസ് ട്രൈ ടു സബ്സ്ക്രൈബ് ഓർ ഫോളോ ഓർ ലൈക്ക് ദ വീഡിയോ. താങ്ക് യു ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോക്കർ മേറ്റ്. തൃശ്ശൂർ വേഴ്സസ് മലപ്പുറം ദ ബിഗ് ഡേ സെമി ഫൈനലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കോർ പ്രഡിക്ഷൻ അതല്ലെങ്കിൽ ഒരു മാച്ച് റിവ്യൂ ആണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു വിജയ സാധ്യതകളിലേക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം അവരുടെ ഒരു നോക്കൗട്ട് ഗെയിം മെൻറ്റാലിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവരൊരു ലീഗിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ടെങ്കിലും ഈ കപ്പ് ഗെയിംസിലേക്ക് വരുമ്പം അതല്ലെങ്കിൽ ഒരു മസ്റ്റ് വിൻ ഗെയിമൊക്കെ വരുമ്പോൾ അവരെപ്പോഴും സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ